ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ് നിലകണ്ഠൻ. വെൽക്കം ടു രാജ് ഗ്രാഫിക്സ്. ഒരു ദിവസം നമ്മൾ നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അത് ക്രാഷ്ഡ് സൈറ്റ് അല്ലെങ്കിൽ അത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. സോ നമ്മുടെ വെബ്സൈറ്റ് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ കാണുന്നില്ല. സോ നമ്മളപ്പോൾ എന്ത് ചെയ്യും? സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ പ്രതിപാദിക്കുന്നത് എങ്ങനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കാം എന്നതാണ്. ഓക്കെ, സോ അതിനു മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഡാഷ്ബോർഡ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വിസിറ്റ് സൈറ്റ്. നമ്മുടെ മൗസിൻ്റെ മിഡിൽ ബട്ടൺ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പുതിയൊരു ടാബിൽ നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ആവും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഹോം പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതൊരു ബ്യൂട്ടി സ്പായുടെ ഒരു വെബ്സൈറ്റ് ആണ്. ജസ്റ്റ് നമുക്ക് താഴേക്ക് പതുക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഹോം പേജ് ഉൾപ്പെടെ ഇതിന് നമുക്ക് 4 പേജുണ്ട്. ഒരു എബൌട്ട് അസ് പേജ്, സർവീസസ് പേജ് ആൻഡ് കോൺടാക്ട് അസ് പേജ്. നമുക്ക് നമ്മുടെ എബൌട്ട് അസ് പേജും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എടുക്കാം എന്നതാണ്. ഓക്കെ, സോ അതിന് നമ്മൾ എന്ത് വേണം? അതിന് നമ്മൾ ഡാഷ്ബോർഡിൽ പോവാം. സോ ഡാഷ്ബോർഡിൽ നമ്മൾ പ്ലഗിൻസ് സെലക്ട് ചെയ്യുക, അതിൽ ആഡ് ന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പിന് വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്ന പ്ലഗിൻ്റെ പേരാണ് അപ്ഡ്രാഫ്റ്റ് പ്ലസ്. ഓക്കെ, നമുക്ക് നമ്മുടെ സെർച്ച് പ്ലഗിൽ നമുക്ക് സെർച്ച് ചെയ്യാം അപ്ഡ്രാഫ്റ്റ്. ഓക്കെ, വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്ലഗിനാണിത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റാൾ നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സോ അതിനുശേഷം നമുക്ക് ആക്ടിവേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അപ്ഡ്രാഫ്റ്റ് പ്ലസ് പ്ലഗിൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സെറ്റിങ്സിലോട്ടൊന്ന് പോവാം. ഇവിടെ നമുക്ക് സെറ്റിങ്സ് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിലിപ്പോൾ നമുക്ക് ബാക്കപ്പ് ആൻഡ് സ്റ്റോറിൻ്റെ ഒരു ടാബുണ്ട്, മൈഗ്രേറ്റ് ആൻഡ് ക്ലോണിൻ്റെ ടാബുണ്ട്, അതുപോലെ തന്നെ സെറ്റിങ്സിൻ്റെ ടാബുണ്ട്. നമുക്ക് സെറ്റിങ്സിൻ്റെ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഫയൽസ് ബാക്കപ്പ് സ്കെഡ്യൂൾ, ഇതിൽ നമുക്ക് മാനുവൽ ഉണ്ട്. ഇവിടെ നമുക്ക് മാനുവൽ വേണ്ട, എനിക്ക് വീക്കിലി ആണ് എനിക്ക് എൻ്റെ ബാക്കപ്പ് സ്കെഡ്യൂൾ വരേണ്ടത്. ഞാൻ വീക്കിലി ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എത്ര ബാക്കപ്പ് നമുക്ക് വേണം, ഞാനിതൊരു 4 ബാക്കപ്പ് കൊടുത്തു. ഓക്കെ, അതുപോലെ തന്നെ ഡാറ്റാബേസ് ബാക്കപ്പ് സ്കെഡ്യൂൾ നമുക്കിവിടെ വീണ്ടും ഞാനിവിടെ വീക്കിലി സെലക്ട് ചെയ്തു. വീക്കിലി എനിക്ക് ഇതിൻ്റെ ബാക്കപ്പ് വേണം. ഓക്കെ, സോ ഇതും ഞാനൊരു 4 ബാക്കപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് ചൂസ് യുവർ റിമോട്ട് സ്റ്റോറേജ്. നമ്മുടെ എവിടെയാണ് നമ്മുടെ ബാക്കപ്പ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡിഫറൻ്റ് ആയിട്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് അഷ്യൂർ, അതുപോലെ ഡ്രോപ്പ് ബോക്സ്, അതുപോലെ ഗൂഗിൾ ഡ്രൈവ്. ഞാൻ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഗൂഗിൾ ഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ സേവ് ചേഞ്ചസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറയും. നമുക്കിവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മെയിലായിട്ട് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗൂഗിൾ അക്കൗണ്ടായിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്ഡ്രാഫ്റ്റ് പ്ലസ് വാണ്ട്സ് ടു ആക്സസ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. നമുക്കിവിടെ അലോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ നമുക്കിവിടെ കംപ്ലീറ്റ് സെറ്റപ്പ് നമുക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് വരും, സക്സസ് യു ഹാവ് ഓതൻഷിയേറ്റഡ് യുവർ ഗൂഗിൾ ഡ്രൈവ് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ അപ്ഡ്രാഫ്റ്റ് പ്ലസ് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വീക്കിലി നമുക്ക് 4 ബാക്കപ്പ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മുടെ ഡ്രൈവിൽ സ്റ്റോർ ചെയ്യുന്നതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് എന്താ പറയുക, നെക്സ്റ്റ് നമുക്ക് ബാക്കപ്പ്സ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ബാക്കപ്പ് നൗ കൊടുക്കുക ബട്ടൺ. സോ നമുക്ക് ഈ എല്ലാ ചെക്ക് മാർക്കും നമുക്ക് ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കപ്പ് നൗ ബട്ടൺ ക്ലിക്ക് ചെയ്യാം.
സോ നമ്മളുടെ ഫയൽസ് ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് ബാക്കപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത് കൂടാണ്ട് ഈ വീക്കിൽ നമുക്കിനി 3 ബാക്കപ്പ് കൂടി നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഗൂഗിൾ ഡ്രൈവിൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കിവിടെ ടുഡേ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ബാക്കപ്പ് 2023/6 നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര് കണ്ടോ, ഫ്ലക്സ് ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഇതാണ് നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, ഫ്ലക്സ്. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് /ഫ്ലക്സ്. ഓക്കെ, സോ അത് നമ്മളിവിടെ വെബ്സൈറ്റ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ അത് സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റ് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വീണ്ടും നമുക്ക് അപ്ഡ്രാഫ്റ്റ് പ്ലസിലേക്ക് വരാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, റീസ്റ്റോർ ബട്ടൺ, അതുപോലെ തന്നെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ റീസ്റ്റോർ ബട്ടൺ വർക്ക് ചെയ്യാൻ നോക്കാം. സോ അഗെയിൻ ഞാൻ നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നു. ഇവിടെ പേജസ് സെലക്ട് ചെയ്യുക, ഓൾ പേജസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, സോ ഇത് ഞാൻ എൻ്റെ എലമെൻറ്ററിൻ്റെ ഈ അബൌട്ടസ് പേജ് സപ്പോസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഈ പേജ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് പോകണം. ഓക്കെ, ഞാനിത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാനത് ബൾക്കേഷൻസ് ഞാൻ മൂവ് ടു ത്രാഷിലേക്ക് കൊടുത്തു, അപ്ലൈ കൊടുത്തു. ഓക്കെ ഓക്കെ, സോ ത്രാഷ് സെലക്ട് ചെയ്ത് കൊടുത്തു, എംപ്റ്റി ത്രാഷ് കൊടുത്തു. സോ നമ്മുടെ ഹോം പേജിലോട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ അബൌട്ടസ് പേജ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. സോ ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ നമ്മൾ സപ്പോസ് നമ്മൾ അറിയാണ്ട് നമ്മുടെ പേജിൽ നിന്ന് നമ്മുടെ ഒരു പേജ് നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞു. സോ അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വീണ്ടും ആ ഒരു പേജ് റീസ്റ്റോർ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ അഗെയിൻ നമ്മുടെ അപ്ഡ്രാഫ്റ്റ് പ്ലസിലേക്ക് വരാം. ഓക്കെ, ഇതിൽ റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. റീസ്റ്റോർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ എല്ലാതും നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. പ്ലഗിൻസ്, തീംസ്, അപ്ലോഡ്സ്, അതേഴ്സ് ആൻഡ് ഡാറ്റാബേസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആൻഡ് നെക്സ്റ്റ് അപ്ലൈ ബട്ടൺ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സോ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് റീസ്റ്റോറേഷൻ കഴിഞ്ഞു. ഓക്കെ, ജസ്റ്റ് റീസ്റ്റോർ കൊടുക്കാം.
ഓക്കെ, നമ്മുടെ വെബ്സൈറ്റിൻ്റെ റീസ്റ്റോറേഷൻ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് നമുക്ക് ഈ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. റിട്ടേൺ ടു അപ്ഡ്രാഫ്റ്റ് പ്ലസ് കോൺഫിഗറേഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫ്ലക്സ് നമ്മുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. യെസ്, ഇറ്റ്സ് കമ്മിങ്. ഓക്കെ, ഇപ്പം നമ്മുടെ വെബ്സൈറ്റിൻ്റെ നമ്മൾ അബദ്ധവശാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത നമ്മുടെ അബൌട്ട് അസ് പേജ് ഇവിടെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? ഇതിന് നമ്മുടെ പഴയ പോലെ തന്നെ ഇതിനൊന്നും പോയിട്ടില്ല. എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡാറ്റയും എല്ലാ കണ്ടൻറ്റും നമുക്കിതിൽ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ ഇങ്ങനെയാണ് നമ്മുടെ അപ്ഡ്രാഫ്റ്റ് പ്ലസ് എന്ന പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിൻ്റെ ബാക്കപ്പ് എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ അത് എങ്ങനെ റീസ്റ്റോർ ചെയ്യണം എന്ന് നിങ്ങൾ പഠിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, കമൻറ്റും ചെയ്യുക. അതോടൊപ്പം താഴെ കാണുന്ന ബെലൈക്കൺ അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടിൽ ദെൻ, ബൈ.